ഇന്നത്തെ ഗോസ്പലിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ് നടക്കുന്നത്. ശിമിയോന് ഈശോ പുതിയ പേര് കൊടുക്കുന്നു, ഒരു പുതിയ പള്ളി പണിയാനുള്ള പ്രോമിസ് കൊടുക്കുന്നു, സ്വർഗത്തിൻ്റെ കീസ് കൊടുക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സെലിബ്രേഷൻ നടന്നു ഒരു സാധ്യതയില്ല. ഗോസ്പൽ റൈറ്റേഴ്സ് വരച്ചു കാണിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അവരുടെ ഇടയിൽ എപ്പോഴും തർക്കങ്ങൾ നടന്നിരുന്നു, കൂട്ടത്തിൽ ആരാണ് വലിയവനെന്ന്. ജെയിംസും ജോണും കൂടി സീറ്റ് ചോദിക്കുമ്പോൾ ബാക്കി 10 പേർക്കും അമർഷം തോന്നിയെന്നൊക്കെ കൃത്യമായിട്ട് അവർ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആഘോഷം നടന്നിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ചിത്രകാരൻ റാഫേൽ വരച്ച ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. പത്രോസിന് കീ കൊടുക്കുന്ന സംഭവമാണ്. പത്രോസും മുട്ടുകുത്തി എന്ന് ഈശോയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിക്കുകയാണ്. ആ സമയത്ത് പത്രോസിൻ്റെ പിന്നിൽ ബാക്കി ശിഷ്യന്മാർ നിൽപ്പുണ്ട്. ഏറ്റവും ആദ്യം നിൽക്കുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ 2 കൈയും കൂപ്പിയാണ് നിൽക്കുന്നത്. അയ്യോ, ആ കീ എനിക്ക് തന്നൂടെ എന്നുള്ളൊരു അപേക്ഷ എൻ്റെ അടുത്ത് കാണാൻ പറ്റും. പിന്നെ കാണുന്ന അന്ത്രയോസാണ്. അന്ത്രയോസ് പീറ്ററിൻ്റെ ബ്രദറാണ്. കൈ ഉയർത്തി ഇങ്ങനെ തടഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അയ്യോ, ആർക്ക് കൊടുത്താലും അവന് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലെ സൂചന. ഇതേ വികാരം തന്നെയാണ് ബാക്കി ശിഷ്യന്മാരുടെ മുഖത്തൊക്കെ റാഫേൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇതിന് പിന്നിലൊരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. ഒരു സിറ്റിയാണ് കാണുന്നത്. ഈ സിറ്റിയുടെ ഒരു വശത്തൊരു വീട് കത്തി ഇങ്ങനെ പുക ഉയരുന്നുണ്ട്. ശിഷ്യന്മാരുടെ ഇടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസൂയ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ചിത്രത്തിനൊരു കമൻറ്റേറ്റർ കൊടുത്ത ടൈറ്റിൽ ഇങ്ങനെയാണ്, കീസ് ടു ജലസി. ശരിക്കും അസൂയയിലേക്ക് താക്കോൽ കൊടുക്കുന്നൊരു സംഭവമാണ് ഇന്നത്തെ ഗോസ്പല്. ഈ ഇവൻ്റ് വായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് സമാധാനമുണ്ട്. വേറൊന്നുമല്ല, ഈശോ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത ശിഷ്യന്മാർക്കിടയിൽ ഈ ജലസി ശക്തമായിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഇതേ ഫീലിങ്ങിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു സഹോദര വൈദികന് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോൾ, അംഗീകാരം കിട്ടുമ്പോൾ, ഒരു നല്ല പോസ്റ്റ് കിട്ടുമ്പോൾ ഹാപ്പിയൊന്നുമല്ല, നല്ല അസൂയ തോന്നാറുണ്ട്. പിന്നെ ഈ ശിഷ്യന്മാർ അവർ പല വഴിയിലൂടെ ആണെങ്കിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകി കൊല്ലപ്പെട്ട മനുഷ്യരാണ്. ആൻഡ് ദെയർ എൻഡ് വാസ് ഗ്രേറ്റ്. ഈ അസൂയെ കീഴ്പ്പെടുത്തി എൻഡ് ഗ്രേറ്റ് ആക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന.